പലപ്പോഴും കുടുംബത്തിലെ അംഗങ്ങളും ഇതൊക്കെ പറയാറുണ്ട്. കുടുംബാംഗങ്ങൾ പോലും ഭാര്യ ഭർത്താവിനെയും, ഭർത്താവ് ഭാര്യയെയും, മകൾ അച്ഛനെയും, അച്ഛൻ മകളെയും ഒക്കെ അവരുടെ ശരീരത്തിൻ്റെ ഈ പഴത്തൊലിയായിരിക്കുന്ന പുറത്തെ ഒരു കാഴ്ച കൊണ്ട് നമ്മൾ ഒരുപാട് വേദനിപ്പിക്കാറുണ്ട്. എൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് പല സമയങ്ങളിലും എൻ്റെ മനസ്സ് നൊമ്പരപ്പെട്ടിട്ടുണ്ട്, എൻ്റെ കോൺഫിഡൻസ് കുറഞ്ഞിട്ടുണ്ട്. ഒരു കൊച്ചു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അവളുടെ ആത്മഹത്യാക്കുറിപ്പിൽ എത്ര പാല് കുടിച്ചിട്ടും അവളുടെ കറുത്ത നിറം, ഇരുണ്ട നിറം മാറിയില്ല എന്നാണ് അവൾ എഴുതി വച്ചിരുന്നത്. അവളുടെ അച്ഛനും അമ്മയും സങ്കടത്തോടു കൂടി പറഞ്ഞു, വെറുതെ തമാശയ്ക്കാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് പാല് കുടിച്ചാൽ വെളുക്കുമെന്ന്. അവളുടെ സൈക്കോളജിസ്റ്റ്, കൗൺസിലർ, സൈക്യാട്രിസ്റ്റ് എല്ലാവരും തന്നെ അച്ഛനെയും അമ്മയെയും ഉപദേശിച്ചിരുന്നു, നിങ്ങളിങ്ങനെ പറയരുത്, പാല് കുടിച്ചാൽ വെളുക്കും എന്ന് പറഞ്ഞ കുട്ടിയെ പാല് കുടിപ്പിക്കരുത് എന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ ചെറിയ കാലം മുതൽ അവരവളുടെ നിറത്തെക്കുറിച്ച് തമാശയായും ഗൗരവത്തോടും കൂടി തന്നെ അവളോട് നിരവധി തവണ പറയുമായിരുന്നു. ഒന്നീ കറുത്ത കുട്ടിയാണ്, പെൺകുട്ടിയാണ്, എങ്ങനെയാണ് നിന്നെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നതെന്നൊക്കെ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അവളുടെ കോൺഫിഡൻസ് പോയി, അവളുടെ സെൽഫ് എസ്റ്റീം പോയി, ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ പോയി. അവളുടെ നിറം മാറും എന്ന് പറഞ്ഞ് അവരവളെ പാല് കുടിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആ വെളുത്ത പാലിൽ അവളുടെ സ്വപ്നങ്ങളെയും അവളുടെ ഭാവി ജീവിതത്തെയും ഒക്കെ തളച്ചിടുകയായിരുന്നു. കൊച്ചു പെൺകുട്ടിയാണ്. അവസാനം അവൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരേ ഒരു മകളാണ്. അച്ഛനും അമ്മയും അവരുടെ തീരാ കരച്ചിലിനിടയിൽ അങ്ങനെ പറഞ്ഞ് പറ്റിച്ചല്ലോ, അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അവളെ കബളിപ്പിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു സങ്കടപ്പെട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ ചുറ്റും ഈ നിറത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്ന് എല്ലാ കാലത്തെക്കാട്ടിയും, ഏത് കാലത്തെക്കാട്ടിയും ഉച്ചത്തിൽ ഉയർന്നു വരുന്ന ഒരു കാലമാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. അതിനകത്തൊരു പെൺകുട്ടി പറയുന്നുണ്ട്, ഞങ്ങൾ മില്ലേനിയം കിഡ്സിന് നിങ്ങൾ പറയുന്ന നിറവും പിന്നെ ശരീരപ്രകൃതിയും വെയിറ്റ് വയ്ക്കുന്നതോ അല്ലെങ്കിൽ വണ്ണമോ ഒന്നും പ്രശ്നമില്ല, ഞങ്ങൾക്ക് അതിനുള്ളിലുള്ള ഞങ്ങളെയാണ് പ്രശ്നം. ഞാൻ അപ്പോഴോർത്തത് പണ്ടൊരു ഗുരു പറഞ്ഞതാണ്, പഴവും പഴത്തുലിയും തമ്മിലുള്ള ബന്ധം. പുറം കാഴ്ചകൾ, നമ്മുടെ നിറം, നമ്മുടെ ശരീരപ്രകൃതി, ശരീരത്തിലെ അവയവങ്ങളുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിൻ്റെ രൂപഭാവങ്ങളൊക്കെ തന്നെ പഴത്തൊലി പോലെയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ വേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള നമ്മളുടെ നന്മകളെ അല്ലെങ്കിൽ നമ്മൾ ആരാണോ അതിൻ്റെ നന്മകളെ പോഷിപ്പിക്കുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള പഴം എന്ന് പറയുന്നതിനെയാണ് വളർത്താൻ ശ്രമിക്കേണ്ടത് എന്ന്. മറ്റൊന്നും കൂടി ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇവർ ഈ പറയുന്ന നിറത്തെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് ബോഡി ഷെയ്മിങ് നടത്തി മനുഷ്യരെ പല തരത്തിൽ നമ്മുടെ സമൂഹം സങ്കടപ്പെടുത്താറുണ്ട്. ഇതൊക്കെ തന്നെ ആ പറയുന്ന വ്യക്തി അല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന വ്യക്തി സ്വന്തമായി സൃഷ്ടിച്ചെടുക്കുന്നതല്ല. പലപ്പോഴും കുടുംബത്തിലെ അംഗങ്ങളും ഇതൊക്കെ പറയാറുണ്ട്. കുടുംബാംഗങ്ങൾ പോലും ഭാര്യ ഭർത്താവിനെയും, ഭർത്താവ് ഭാര്യയെയും, മകൾ അച്ഛനെയും, അച്ഛൻ മകളെയും ഒക്കെ അവരുടെ ശരീരത്തിൻ്റെ ഈ പഴത്തൊലിയായിരിക്കുന്ന പുറത്തെ ഒരു കാഴ്ച കൊണ്ട് നമ്മൾ ഒരുപാട് വേദനിപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ പലരുടെയും ജീവിതം, പല കുട്ടികളും ഒക്കെ പറയാറുണ്ട്, പല മനുഷ്യരും പറയാറുണ്ട്, നമ്മൾ ഇരട്ട പേരിട്ട് വിളിക്കും, എന്തെങ്കിലും ഒരു ശേഷിക്കുറവുണ്ടെങ്കിൽ അത് പറഞ്ഞ് ആക്ഷേപിക്കും. ഇതൊക്കെ തന്നെ എത്ര ക്രൂരവും എത്ര നിന്ദ്യവുമാണെന്ന് പുതിയ തലമുറ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് എനിക്ക് സന്തോഷം. എങ്കിൽ പോലും നമുക്കറിയാം, ഈ ഇടെ തന്നെ നമ്മുടെ സമൂഹത്തിൽ എത്രമാത്രം ചർച്ചകളാണ് നിറത്തെക്കുറിച്ച് ഉയർന്നു വന്നിരിക്കുന്നത്. ആ സമയത്ത് വളരെ പോസിറ്റീവായിട്ട് ഒരുപാട് പേര് ഇതിനൊക്കെതിരെ പ്രതികരിച്ചു എന്നുള്ളത് വളരെ സന്തോഷമാണ്. ഇപ്പോൾ എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ വിചാരിക്കും, എത്രയോ കാലം എത്രയോ ആളുകളിൽ നിന്ന് എൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് പല സമയങ്ങളിലും എൻ്റെ മനസ്സ് നൊമ്പരപ്പെട്ടിട്ടുണ്ട്, എൻ്റെ കോൺഫിഡൻസ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെയും അതിൽ നിന്ന് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ, എനിക്ക് പ്രത്യേകതകളായിട്ടുള്ളത് എന്തൊക്കെയാണ് എന്ന് കണ്ടെത്തി അതിനെ പരിപോഷിപ്പിച്ചാണ് അത്തരം ദിവസങ്ങളിൽ നമ്മൾ അതിൽ നിന്ന് പുറത്ത് കിടക്കാറുള്ളത്. എല്ലാവർക്കും ഒന്നും അത് സംഭവിക്കണമെന്നില്ല. പലരും വീണു പോകാറുണ്ട്, പലരും തകർന്നു പോകാറുണ്ട്, ചിലപ്പോൾ എഴുന്നേറ്റ് വരാൻ പറ്റാത്ത തകർച്ചകളിലേക്ക് ആളുകൾ വീണു പോകാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പുറം കാഴ്ചകളെക്കുറിച്ചുള്ള ചർച്ചകൾ അല്ലെങ്കിൽ പുറം കാഴ്ചകളെക്കുറിച്ചുള്ള കമൻറ്റുകൾ, അതിനെക്കുറിച്ച് പറഞ്ഞ് മറ്റുള്ളവരെ നമ്മൾ നോവിക്കുന്നതിനെക്കാട്ടിയും ആ പഴത്തൊലി എന്ന് പറയുന്ന അതിനെ
എന്താണ് കളഞ്ഞുകൊണ്ട് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുള്ള നന്മകളെ, സ്നേഹത്തെ, സൗഹൃദത്തെ, അവരുടെ ഉള്ളിലുള്ള മൂല്യങ്ങളെയൊക്കെ കാണാൻ ശ്രമിച്ചാൽ ഒരു നല്ല ആരോഗ്യപരമായ ഒരു സമൂഹ സൃഷ്ടി ഇവിടെ നമുക്ക് നടത്താൻ പറ്റും. കുറേ സന്തോഷം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആളുകൾക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇനിയെങ്കിലും ഇത്തരം കമൻറ്റുകൾ അല്ലെങ്കിൽ ഇത്തരം സംസാരങ്ങൾ ആരെയെങ്കിലും കാണുമ്പം അവരുടെ പുറം മോടി കണ്ട് അല്ലെങ്കിൽ പുറം കാഴ്ച കണ്ട് അവരെ വിലയിരുത്തുന്ന ആ ഒരു രീതി അങ്ങ് മാറ്റാം.